ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാചരണം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് MLA E.T. ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി CK ഗിരിജ, അതുപോലെ തന്നെ ഈ മറ്റൊരു സ്ഥലത്ത് ജോയിൻ ചെയ്തു. അപ്പൊ ഈ കർഷക ദിനാചരണത്തിൽ അവർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായങ്ങൾക്കും പ്രത്യേകമായ നന്ദി അർപ്പിക്കാൻ കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. നമ്മുടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ഉണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ. പക്ഷെ മലയാളി ഇപ്പോഴും ഹാപ്പി ബർത്ത്ഡേ പല വീടിന്റെ മുമ്പിൽ ഇങ്ങനെ സെന്റിമീറ്റർ എടുത്തു വെച്ചിട്ടുണ്ട്. പണ്ട് വെള്ളം ഇങ്ങനെ കയറി വന്ന സമയത്ത് ഇവിടെ വരെ കയറിയിട്ടുണ്ടെന്നാണ് ചവിട്ടുപടി നോക്കി പറഞ്ഞത്. പിന്നെ ചവിട്ടുപടി നേരെ മുകളിലായി അകത്തായി അവസാനം 2ാം നിലയിലേക്ക് വെള്ളം കയറി. എല്ലാം അതുകൊണ്ട് അവസാനിക്കും. അത്രയൊക്കെ പത്രമൊന്നും ഏറുന്നുള്ളൂ. അപ്പോ പ്രളയവും നമ്മൾ കണ്ടു. അതിന് ശേഷമുള്ള പിന്നീടുള്ള പല കുഴപ്പങ്ങളും, ഏറ്റവും അവസാനം വയനാട് ഒരു ദുഃഖമായി നമ്മുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കുകയാണ്. അതിലെല്ലാവരോടും ഒരുമിച്ച് ചേർന്നുള്ള വലിയ പ്രയത്നത്തിന് ഇപ്പോ രൂപം നൽകിയിട്ടുണ്ട്. അവർക്ക് വീട് വെക്കാൻ, ചിലർക്ക് സ്ഥലം വാങ്ങാൻ, വിദ്യാഭ്യാസ കാര്യം കൊടുക്കാൻ, സത്യവിദ്യ നഷ്ടപ്പെട്ടവർ കൊടുക്കാൻ, പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെയും മത്സര വിജയികളായ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് കർഷകർ തന്നെയാണ്. പലപ്പോഴും പല ഗ്രാമസഭകളിലും വരുന്ന അഭിപ്രായം, അവിടെ കൃഷി ഓഫീസിൽ എപ്പോഴും സ്ഥിരമായി കാണുന്ന കുറച്ച് കർഷകർ മാത്രമാണുള്ളത്. എല്ലാ ഗ്രാമപഞ്ചായത്തിലും കർഷകർ അവർക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കും. ഞങ്ങൾക്കൊന്നും കാര്യമായ സഹായങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്നത്. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഗ്രാമപഞ്ചായത്ത് തന്നെ ഏകദേശം 50 ലക്ഷത്തോളം രൂപ വരുന്ന സംഖ്യ വിവിധ കാർഷിക പ്രവർത്തനങ്ങൾക്കായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും നാളികേര കർഷകർക്കുള്ള ജൈവവളമാണ്. അതിനു പുറമെ വ്യത്യസ്തമായിട്ടുള്ള കാർഷിക പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം അഭിവൃദ്ധി കാർഷിക മേഖലയ്ക്കാണ്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയ്യൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ജയ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നൌഷാദ്, CDS ചെയർപേഴ്സൺ ആമിന അൻവർ, വാർഡ് മെമ്പർമാരായ KR രാജേഷ്, ഇബ്രാഹിം കുട്ടി, രേഷ്മ, കൃഷി ഓഫീസർ അനുജ, S അജിതൻ, PR ഗോപിനാഥൻ, അംജാദ്, പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. നാളികേര കൃഷിയും തുടർ പരിപാലനവും എന്ന വിഷയത്തിൽ റിട്ടയർഡ് കൃഷി ഓഫീസർ NK തങ്കരാജ് ക്ലാസ് നയിച്ചു. സന്തോഷ് K. കൊന്നത്ത്, മികച്ച പച്ചക്കറി കർഷകൻ ശ്രീ സുരേന്ദ്രൻ, മികച്ച മത്സ്യ കർഷകൻ ശ്രീ വിഷ്ണു ചെരുവിൽ,
കാർഷിക സ്കൂൾ GMLPS ആമണ്ടൂർ.